ഓം നമോ നാരായണായ. മായയുടെ പ്രഭവം, അതേപോലെ പ്രപഞ്ച ഉത്പത്തിയുടെ ആരംഭം എന്നീ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നാരായണ ഭട്ടതിരി രചിച്ചിട്ടുള്ള നാരായണീയത്തിലെ 5-ാമത്തെ ദശകത്തിൻ്റെ വ്യാഖ്യാനമാണ് ഇവിടെ ചെയ്യുന്നത്. 1-ാമത്തെ ശ്ലോകം. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാക് പ്രാകൃതപ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവികൃതൗ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂന്നാഹ്നോ ന രാത്രേ സ്ഥിതി തത്രൈകസ്ത്വമശിഷ്യഥാ കില പരാനന്ദ പ്രകാശാത്മനാ. പ്രാക് പ്രാകൃതപ്രക്ഷയേ, അതായത് മുന്നത്തെ പ്രളയത്തിൽ അല്ലെങ്കിൽ പ്രളയകാലത്ത് ഗുണസാമ്യരുദ്ധവികൃതവും മായായാം 3 ഗുണങ്ങളാകുന്ന സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങൾ സാമ്യമായി വന്നിട്ടുള്ള അവസ്ഥയിൽ, അതായത് സമമായി വന്നിട്ടുള്ള ആ അവസ്ഥയിൽ തടുക്കപ്പെട്ട വികാരങ്ങൾ അഥവാ ചേഷ്ടകളോട് കൂടിയിട്ടുള്ള മായ ത്വയി ലയം ആഗതായാം, അല്ലയോ പ്രഭോ, അങ്ങയിൽ ആ മായ ലയിച്ചു. അപ്പോൾ വ്യക്താവ്യക്തം ഇതം കിഞ്ചിത് ന അഭവത്. അപ്രകാരം ആ പ്രളയകാലത്ത് മായയാകുന്ന ആ പ്രകൃതി അങ്ങയിൽ ലയിച്ചപ്പോൾ സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള ഈ പ്രപഞ്ചം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതേപോലെ തഥാ മൃത്യു ച അമൃതം ച നോ സമഭൂത്. ആ സമയത്ത് മൃത്യു അഥവാ മരണവും അതേപോലെ അമൃതം അഥവാ മോക്ഷവും ഉണ്ടായിരുന്നില്ല. അഹ സ്ഥിതി ന രാത്രൗ ന തത്രത്വം ഏകഃ പരമാനന്ദ പ്രകാശാത്മാ വശിഷ്യധാ കില. അതായത് അഹഹ അഥവാ പകൽ, ദിവസം ഉണ്ടായിരുന്നില്ല, അതേപോലെ രാത്രിയും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ് ഉണ്ടായിരുന്നത്? തത്ര ത്വം ഏകഃ, ഇവയെല്ലാത്തിൻ്റെയും അഭാവത്തിൽ അങ്ങ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പരമാനന്ദ പ്രകാശാത്മാ, അതും പരമാനന്ദ ജ്യോതിസ്വരൂപമായിട്ടുള്ള അങ്ങ് മാത്രമാണ് അവശേഷിച്ചത്. അതായത് പ്രളയകാലത്തെ 3 ഗുണങ്ങളും സമമായിട്ടുള്ള അവസ്ഥയിലെത്തുമ്പോൾ മായയാകുന്ന ആ പ്രകൃതി സ്വയം അങ്ങയിൽ ലയിക്കുന്നു. ആ ലയനത്തോടുകൂടി ഈ പ്രപഞ്ചവും മറ്റെല്ലാ വസ്തുക്കളും അങ്ങയിൽ തന്നെ ലയിക്കുന്നു. പിന്നെ ശിക്കുന്നത് പരമാനന്ദ ജ്യോതിസ്വരൂപമായിട്ടുള്ള അങ്ങ് മാത്രമാണ് എന്നാണ് അർത്ഥം. കാല കർമ്മഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷീ ത്വയി തദാ നിർലീനതാമായയുഃ തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത്കിം ഗഗനപ്രസൂനസദൃശാം ഭൂയോ ഭവേത് സംഭവഃ. വിഭോ, അല്ലയോ പ്രഭോ, ഗുണാഃ കാലഃ കർമ്മഃ ജീവനിവഹ ച, അതായത് ഗുണങ്ങൾ 3 ഗുണങ്ങളും സത്വ രജ തമോ ഗുണങ്ങളും കാലവും അതേപോലെ കർമ്മവും ജീവനിവഹാഹ എല്ലാ ജീവരാശികളും കാര്യേ വിശ്വം ച, ഇവിടെ ഈ പ്രപഞ്ചത്തെ കാര്യം എന്ന വിശേഷണ പദം കൊണ്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിനർത്ഥം ഈ പ്രപഞ്ചത്തിൻ്റെ കാരണനായിട്ടുള്ളത് അല്ലയോ പ്രഭോ അങ്ങ് തന്നെയാണ്. അങ്ങയുടെ പ്രകടീകരണമാണ് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ പ്രപഞ്ചത്തെ കാര്യം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു. തഥാ ചിത് ലീലാരതിം ഹേയുഷീ ത്വയി. ചില്ലീലാരതിം അഥവാ ചിത്താകുന്ന സ്വന്തം ആ രൂപത്തെ അനുസന്ധാനം ചെയ്യുക എന്ന ആ ലീലയിൽ, അതായത് യോഗനിദ്രയിൽ ആണ്ടുപോയിട്ടുള്ള ത്വയി അങ്ങയിൽ നിർലീനതാം ഹയായുഹു ലയത്തെ പ്രാപിച്ചു. അതായത് 3 ഗുണങ്ങളും കാലമെന്ന് പറയുന്നതും കർമ്മവും എല്ലാ ജീവരാശികളും ഈ പ്രപഞ്ചവും ഒക്കെ തന്നെ യോഗനിദ്രയിലായി പോയിട്ടുള്ള അങ്ങയിൽ ലയിച്ചിരിക്കുന്നു. ഐ ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം തേഷാം അസത്വം. ഹൈ ഭോ, അല്ലയോ പ്രഭോ, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ശക്തിയായിട്ടുള്ള മായയുടെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രപഞ്ചാദികൾ അവയുടെ
തീരെ ഇല്ല എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ തീരെ നശ്വരമാണ് എന്ന് ഇവയുടെ അസ്തിത്വത്തെപ്പറ്റി നൈവവദതി, യാതൊരു വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ ഒന്നും പറയപ്പെട്ടിട്ടില്ല. നോ ചേത് ഗഗന പ്രസൂനസദൃശാം ഭൂയ സംഭവ ഭവേത് കിം. അതായത് ഭഗവാന്റെ ശക്തിയാകുന്ന ആ പ്രകൃതി മായയുടെ രൂപത്തിൽ ഈ പ്രപഞ്ചമായിട്ട് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നു. എന്നാൽ അവയ്ക്ക് തീരെ അസ്തിത്വമില്ല എന്ന് ഒരു ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. കാരണം അതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടതാനും, എന്നാൽ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും മറുപടി പറയേണ്ട വിധത്തിലാണ് ഉള്ളത്. ഈ ഒരു ആശയത്തെ ആകാശകുസുമം അഥവാ ആകാശപുഷ്പം എന്ന ഒരു ആശയത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കുസുമം എന്ന് പറയപ്പെടുന്ന ഒന്ന് ഇല്ല എങ്കിലും നമ്മളുടെ സങ്കല്പത്തിലൂടെ അതിന് അസ്തിത്വം നൽകുവാനായിട്ട് സാധിക്കും. അപ്രകാരം ഈ മായയാകുന്ന പ്രപഞ്ചം ഭഗവാനിൽ ലയിക്കുന്നില്ല എന്നാണ് എങ്കിൽ പ്രളയകാലത്ത് അല്ലെങ്കിൽ പ്രളയത്തിന് ശേഷം ഇവയ്ക്ക് എങ്ങനെയാണ് ഉദ്ഭവമുണ്ടാവുക എന്നതാണ് ഇവിടെ ചോദ്യം. ഏവം ച ദ്വിപരാർത്ഥകാലവിഗതാ വീക്ഷാംസി സൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം മായാതഃ ഖലു കാലശക്തിരഖിലാ ദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധുസ്തസ്യാ സഹായക്രിയാം. അതായത് ഏവം ച ദ്വിപരാർത്ഥകാലവിഗതൗ, ഇപ്രകാരം രണ്ട് പരാർത്ഥകാലത്തിൻ്റെ അവസാനത്തിൽ, ഒരു പരാർത്ഥകാലം എന്ന് പറയപ്പെടുന്നത് ബ്രഹ്മാവിൻ്റെ 50 വർഷങ്ങളെയാണ്. അപ്പോൾ രണ്ട് പരാർത്ഥം എന്നാൽ ബ്രഹ്മാവിൻ്റെ 100 വർഷം കഴിഞ്ഞ ആ അവസരത്തിൽ സിസൃക്ഷാത്മികാ ഈക്ഷാം, സൃഷ്ടി ചെയ്യുക എന്ന അഭിലാഷമാകുന്ന ആ പ്രവൃത്തിയെയാണ് ഇവിടെ ഈക്ഷ എന്ന് പറഞ്ഞപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിൽ അങ്ങേക്ക് സൃഷ്ടിയെ ചെയ്യാനുള്ള ഒരു ഇച്ഛ ഉണ്ടായപ്പോൾ ത്വയി ബിഭ്രാണേ സതി, അതായത് ആ ഒരു ഇച്ഛയെ അങ്ങ് സ്വയം ധരിച്ച സമയത്ത് ത്രിഭുവനീഭാവായ മായാ സ്വയം ചക്ഷുഭേ, അങ്ങേക്ക് അങ്ങനെയൊരു ഇച്ഛ ഉണ്ടായ സമയത്ത് അങ്ങയുടെ ശക്തിയാകുന്ന ആ പ്രകൃതി, ആ മായ 3 ലോകങ്ങളുടെയും സ്വരൂപത്തിൽ പരിണമിക്കുന്നതിനായിട്ട് സ്വയം ശോഭിച്ചവളായി മാറി. മായാത ഖലു കാലശക്തി അഖിലാദൃഷ്ടം, അതായത് ഈ മായയിൽ നിന്ന് തന്നെയാണ് പിന്നീട് കാലമെന്ന് പറയപ്പെടുന്ന ഭഗവാന്റെ മറ്റൊരു ശക്തിയും ഉണ്ടായത്. അതേപോലെ സകല ജീവജാലങ്ങളും അവയുടെ പുണ്യങ്ങളും പാപങ്ങളുമായിട്ടുള്ള കർമ്മങ്ങളും ഇതിൽ നിന്നുമുണ്ടായി. സ്വഭാവ അപീച്ച പ്രാദുർഭൂയ, അതിനനുസരിച്ച് ഓരോ ജീവജാലങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള വാസനകളും പ്രത്യക്ഷമായിട്ട് ഗുണാൻ വികാസ്യ തസ്യാഹ സഹായക്രിയാം വിദധു, അങ്ങെന്താണ് അപ്പോൾ ചെയ്തത്? ഗുണത്രയങ്ങളെ, സത്വരജസ്തമോ ഗുണങ്ങളെ വികസിപ്പിച്ചിട്ട് ആ മായയ്ക്ക് സഹായത്തെ നൽകുകയാണ് അങ്ങ് ചെയ്തത് എന്ന് അർത്ഥം. മായാ സന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബിതോ വിവിശിവാൻ ജീവോപി നൈവാപരഃ കാലാദി പ്രതിബോധിതാഥ ഭവതാ സഞ്ചോദിതാ ച സ്വയം മായാസാ ഖലു ബുദ്ധിതത്വമസൃജത് യോസൗ മഹാനുച്യത്തെ. അതായത് മായാസന്നിഹിതഃ അപ്രവിഷ്ടവപുഷാ ഭവാൻ സാക്ഷി ഇതി ഗീതഃ, അതായത് ഭഗവാൻ എങ്ങനെയാണ് ഉള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. മായയോട് കൂടിയാണ് അദ്ദേഹം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ശക്തിയായിട്ടുള്ള ആ പ്രകൃതി, ആ മായ അതിനോട് സന്നിഹിതനാണ്. അതായത് ഭഗവാൻ എപ്പോഴും ആ മായായുക്തനായിട്ടാണ് നിലനിൽക്കുന്നത്. എന്നിരുന്നിട്ട് പോലും ആ മായയിൽ പ്രവേശിച്ചിട്ടില്ല. അങ്ങനെ മായയോടൊപ്പം അതിൽ പെടാതെ സ്ഥിതി ചെയ്യുന്നവനായിട്ടുള്ള ഭഗവാൻ സാക്ഷിയാണ് എന്ന് പറയപ്പെടുന്നു. പ്രതിബിംബിത ഭേദൈ താം വിവിശിവാൻ ഭവാൻ ജീവഃ അപി അപരഃ ഏവ. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അങ്ങ് എപ്രകാരമാണ്? പ്രതിബിംബഭാവത്തിലാണ്. എന്നിട്ട് അനേകം ഭേദങ്ങളോടുകൂടി ആ മായയിൽ പ്രവേശിച്ച് ജീവാത്മാവ് എന്ന് പറയപ്പെടുന്ന ഒന്നായി മാറുന്നു. അതായത്
ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളും ആ പരമാനന്ദ സ്വരൂപമായിട്ടുള്ള ആ പരബ്രഹ്മത്തിൻ്റെ പ്രതിബിംബഭാവമാണ്. അതിനെ ജീവാത്മാവ് എന്നാണ് വിളിക്കുന്നത്. ആ ജീവാത്മാവ് മറ്റാരുമല്ല, അങ്ങ് തന്നെയാണ് എന്ന് പറയുന്നു. സാ മായാ ഖലു, ആ മായയാകട്ടെ എങ്ങനെയാണ്? കാലപ്രതിബോധിതാ ഭവത, കാലത്താൽ ഉണർത്തപ്പെട്ടവളായിട്ട്, അതേപോലെ സഞ്ചോദിതാച, അങ്ങയാൽ ഭഗവാനാൽ സ്വയം പ്രേരിക്കപ്പെട്ടവളായിട്ടും, സ്വയം ബുദ്ധിതത്വം അസൃജത്, സ്വയം ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു. യഹ് അസൗ മഹാനുച്യത്തെ, ആ തത്വത്തെ തന്നെയാണ് മഹത്തത്വം എന്ന് പറയപ്പെടുന്നത്. തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുദ്ബോധ നിഷ്പാദകഃ ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖൽവസൗ സംപുഷ്ടം ത്രിഗുണൈസ്തമോതിബഹുലം വിഷ്ണോ ഭവത്പ്രേരണാത്. അതായത് തത്ര സ്വയം ത്രിഗുണാത്മകഃ അപി ച, ത്രിഗുണാത്മകനാണ് അഥവാ 3 ഗുണങ്ങളും ഉൾക്കൊണ്ടതാണ് എങ്കിലും, സത്വപ്രധാനഃ അസൗ മഹാൻ, സത്വഗുണം ഏറ്റവും അധികമായി നിൽക്കുന്ന ആ മഹത്തത്വം അസ്മിൻ ജീവേ നിർവികൽപ്പം ഖലു, അതായത് ഈ മഹത്തത്വം ജീവാത്മാവിൽ നിർവികൽപ്പം, അതായത് ഞാൻ വേറെയാണ് നീ വേറെയാണ് എന്ന തരത്തിലുള്ള ആ വികൽപ്പത്തെ കൂടാതെ തന്നെ അഹം ഇതി ഉദ്ബോധ നിഷ്പാദകഃ, അഹം എന്ന ഒരു ബോധത്തെ ഉണ്ടാക്കുന്നതാകുന്നു. എന്നാൽ അത് തമോ ഗുണത്തിനോട് ചേരുമ്പോൾ മറ്റൊരു തരത്തിലാകുന്നു എന്നും ഇവിടെ പറയുന്നു. ഹേ വിഷ്ണു, അസൗ മഹാൻ ഭവത് പ്രേരണാത് ഖലു, അലയോ ഭഗവാനെ, സർവവ്യാപകനായിട്ടുള്ള ഭഗവാനെ, മഹത്തത്വം അങ്ങയുടെ പ്രേരണയാൽ തന്നെ ത്രിഗുണൈഹി സമ്പുഷ്ടം തമോതിബഹുലം അസ്മിൻ സവികൽപകബോധകം അഹം തത്വം ചക്രേ, അതായത് അത് തമോ ഗുണപ്രധാനമായിട്ട് ഭവിക്കുമ്പോൾ ജീവാത്മാവിൽ വികൽപ്പത്തോടു കൂടിയിട്ടുള്ള അഹങ്കാരത്തെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നു. അതായത് ഞാൻ മനുഷ്യനാണ്, മറ്റുള്ള വസ്തുക്കൾ മറ്റൊന്ന്, അവയും ഞാനും തമ്മിൽ ബന്ധമില്ല എന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഞാൻ അവരെക്കാളും ശ്രേഷ്ഠരാണ് എന്ന തരത്തിലുള്ള അഹങ്കാരത്തെ ഉണ്ടാക്കുന്നതായി മാറുന്നു. സോഹം ച ത്രിഗുണക്രമാത് ത്രിവിധതാം ആസാദ്യ വൈകാരികോ ഭൂയസ്തൈജസ താമസാവിതി ഭവൻ ആദ്യേന സത്വാത്മന ദേവാനിന്ദ്രിയമാനിനോ കൃതദിശാ വാതാർക പാശ്യശ്വിനോ വഹ്നീന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്ര ശാരീരകാൻ. സോഹം ച, ഈ പറയപ്പെട്ടിട്ടുള്ള അഹം എന്ന് പറയപ്പെടുന്ന ആ തത്വമാകട്ടെ, ഭവാൻ ഭൂയഃ ത്രിഗുണക്രമാത്, ഈ 3 ഗുണങ്ങളുടെയും ക്രമത്തിൽ വീണ്ടും ഉദ്ഭവിച്ചിട്ട്, വൈകാരികം തൈജസ താമസോ ത്രിവിധതാമാസാദ്യ, ഈ 3 ഗുണങ്ങളുടെയും ക്രമത്തിൽ യഥാക്രമം വൈകാരികം, തൈജസം, താമസം എന്നിങ്ങനെയുള്ള 3 അവസ്ഥകളെ പ്രാപിച്ചിട്ട്, ആദ്യേന സത്വാത്മന, ഇതിലെ ഒന്നാമത്തെ, അതായത് സത്വരൂപത്തിലുള്ള അല്ലെങ്കിൽ വൈകാരികമായ രൂപം, ആ രൂപത്തിൽ ആയിട്ട്, ദിശ വാതാർക്കപാശ്യശ്വിനോ വഹ്നീന്ദ്രാച്യുത മിത്രകാൻ വിധുവിധി ശ്രീരുദ്ര ശാരീരകാൻ ഇന്ദ്രിയമാനിന ദേവാൻ കൃത. അതായത് ദിശ, അതായത് ദിക്ക്, വാതം വായു, അർക്കൻ ആദിത്യൻ, പാശി വരുണൻ, അശ്വിനൻ അല്ലെങ്കിൽ അശ്വിനി ദേവതകൾ, വഹ്നി അഗ്നി, ഇന്ദ്രൻ അതേപോലെ വിഷ്ണു, മിത്രൻ പ്രജാപതി, ചന്ദ്രൻ ബ്രഹ്മാവ്, ശ്രീരുദ്രൻ അതേപോലെ ക്ഷേത്രജ്ഞൻ അഥവാ ശാരീരകൻ എന്നിങ്ങനെയുള്ള ഇന്ദ്രിയാഭിമാനികളായിട്ടുള്ള, അതായത് ഈ ദേവതകളെല്ലാം പഞ്ചേന്ദ്രിയങ്ങളുടെയും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളുടെയും അധിപതികളായിട്ടുള്ള ഈ ദേവതകളെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ഇതിലെ ദിക്ക് എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നായിട്ടുള്ള ചെവിയുടെ ദേവതയായിട്ടാണ് പറയപ്പെടുന്നത്. വായു ത്വക്കിൻ്റെയും, ആദിത്യൻ കണ്ണിൻ്റെയും, വരുണൻ നാവിൻ്റെയും, അതേപോലെ അശ്വിനി ദേവതകൾ ഘ്രാണം അഥവാ നാസികയുടെയും ദേവതയായിട്ടാണ്
പറയപ്പെടുന്നത്. പിന്നീട് വരുന്ന അഗ്നി, അത് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളിൽ ഒന്നായിട്ടുള്ള വാക്കിൻ്റെ അധിപതിയായിട്ടും, ഇന്ദ്രനെ പാണി അഥവാ കൈകളുടെ അധിപതിയായിട്ടും, വിഷ്ണുവിനെ പാദങ്ങളുടെ അധിപതിയായിട്ടും, മിത്രനെ മലദ്വാരത്തിൻ്റെ അധിപതിയായിട്ടും, പ്രജാപതിയെ ജനനേന്ദ്രിയത്തിൻ്റെ അധിപതിയായിട്ടുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇവയെ കൂടാതെ പിന്നെ ചന്ദ്രനെ മനസ്സിൻ്റെ അധിപതിയായിട്ടും, ബ്രഹ്മാവിനെ ബുദ്ധിയുടെയും, ശ്രീരുദ്രനെ അഹങ്കാരത്തിൻ്റെയും, ക്ഷേത്രജ്ഞനെ ചിത്തം അഥവാ മനസ്സിൻ്റെയും അധിപതിയായിട്ടാണ് കണക്കാക്കുന്നത്. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും അധിപതികളായിട്ടുള്ള ആ ദേവതകളെ അഹം തത്വം സാത്വിക രൂപത്തിൽ നിന്നും സൃഷ്ടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഭൗമൻ മാനസബുദ്ധ്യഹം കൃതിമിള ചിത്താഖ്യവൃത്യന്വിതം തച്ചാന്തഃകരണം വിഭോ തവ ബലാത് സത്വാംശ ഏവാസൃജത് ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണ തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപതേ ശബ്ദോ ജനിത്വദ്ബലാത്. അതായത് ഭൗമൻ വിഭോ അല്ലയോ, ഐശ്വര്യാദി ഷഡ്ഗുണങ്ങളും തികഞ്ഞിട്ടുള്ള ഭഗവാനെ, തവ ബലാത് സത്വാംശ ഏവ, നിന്തിരിവടിയുടെ പ്രേരണയാൽ തന്നെ ആ സാത്വിക അംശം തന്നെ മാനസബുദ്ധ്യഹം കൃതിമിള ചിത്താഖ്യവൃത്യന്വിതം, അതായത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അതേപോലെ വൃത്തികളോട് കൂടിയിട്ടുള്ള, അതായത് വ്യാപാരങ്ങളോട് കൂടിയിട്ടുള്ള ചിത്തം, തത് അന്തഃകരണം ച അസൃജത്, ഇവയൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള അന്തഃകരണം എന്ന് പറയപ്പെടുന്നത് എന്ന ആ തത്വം ഉണ്ടായി. തൈജസതഃ ദശേന്ദ്രിയഗണ ജാതഃ, അതേപോലെ ഇപ്പോൾ പറഞ്ഞത് ഭഗവാന്റെ പ്രേരണയാൽ ആ മഹത്തത്വം സാത്വിക അംശത്തിൽ നിന്നുകൊണ്ട് ജനിപ്പിച്ചവയാണ്. എന്നാൽ തൈജസം ആയിട്ടുള്ള, രാജസമായിട്ടുള്ള ആ ഒരു ഗുണത്തിൻ്റെ ആധിക്യത്തിൽ നിന്ന് ദശേന്ദ്രിയഗണ ജാതഃ, പഞ്ചേന്ദ്രിയങ്ങളാണ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അവിടെ ദശം എന്ന വാക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത്. 10 പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും ചേർന്ന്. അപ്പോൾ കണ്ണ്, നാക്ക്, നാസിക, ത്വക്ക്, ചെവി തുടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങളും, അതേപോലെ വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം എന്നിങ്ങനെയുള്ള പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഹേ മരുത്പുരപതേ, അല്ലയോ ഗുരുവായൂരപ്പ, തത്താമസാംശാത് പുനഃ നഭസഃ തന്മാത്രം ശബ്ദ അജനീ. അതായത് ഇനി താമസ അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായവയാണ് ശബ്ദം തുടങ്ങിയ തന്മാത്രകളെ ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ 6ാമത്തെ ശ്ലോകത്തിലൂടെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും അടിസ്ഥാന ദേവതകളെ സൃഷ്ടി ചെയ്തു. അതിന് ശേഷം ആ അഹം തത്വം 3 ഗുണങ്ങളിലും നിന്നുകൊണ്ട് സൃഷ്ടി ചെയ്തിട്ടുള്ള പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളുടെയും പഞ്ചകർമ്മേന്ദ്രിയങ്ങളുടെയും പഞ്ചതന്മാത്രകളുടെയും അതേപോലെ അന്ധകരണത്തിൻ്റെയും വിവരണമാണ് നൽകിയത്. ശബ്ദാദ് വ്യോമ തത് സസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാദ് രൂപമതോ മഹോധചരസം തോയം ച ഗന്ധം മഹീം ഏവം മാധവ പൂർവപൂർവകലനാദ് ആദ്യാദ്യധർമാന്വിതം ഭൗതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്തസ്മത താമസാത്. ഹേ വിഭോ, ത്വം ശബ്ദാത് വ്യോമ, അല്ലയോ പ്രഭോ, ശബ്ദത്തിൽ നിന്ന്, ശബ്ദം എന്ന് പറയപ്പെടുന്ന ആ തന്മാത്രയിൽ നിന്ന് അങ്ങ് ആകാശത്തെയും, തത സ്പർശോ തത മാരുതം, ആ ആകാശം എന്ന പഞ്ചഭൂതത്തിൽ നിന്നും സ്പർശം എന്ന തന്മാത്രയെയും, ആ തന്മാത്രയിൽ നിന്ന് മാരുതം അഥവാ വായുവിനെയും നിർമ്മിച്ചു. അതേപോലെ തസ്മാത് രൂപം അത മഹഹ, ആ വായുവിൽ നിന്ന് രൂപം എന്ന് പറയപ്പെടുന്ന തന്മാത്രയെയും അതിൽ നിന്ന് അഗ്നിയെയും സൃഷ്ടിച്ചു. അധച രസം തോയം, പിന്നെ വീണ്ടും ആ അഗ്നിയിൽ നിന്ന് രസം എന്ന തന്മാത്രയും അതിൽ നിന്ന് വീണ്ടും വെള്ളം എന്ന ഒരു ഭൂതത്തെയും നിർമ്മിച്ചു. ഗന്ധം മഹീം ച, ആ വെള്ളത്തിൽ നിന്ന് ഗന്ധമെന്ന തന്മാത്രയെയും അതിൽ നിന്ന് ഭൂമിയെയും സസർജിത, ഇങ്ങനെ ക്രമത്തിൽ ഓരോ തന്മാത്രകളെയും അവയിൽ നിന്ന് അതാതിൻ്റേതായിട്ടുള്ള പഞ്ചഭൂതങ്ങളെയും പഞ്ചമഹാഭൂതങ്ങളെയും അങ്ങ് സൃഷ്ടിച്ചു എന്ന് പറയുന്നു. മാധവ ഭഗവൻ ഏവം
പൂർവകലനാത് ആദ്യാദ്യധർമാന്വിതം. അതായത് അല്ലയോ ഭഗവാനെ, മുൻപ് ഉണ്ടായതിൻ്റെ സംബന്ധം കാരണമായിട്ട്, അതായത് ആദ്യം ഉണ്ടായിട്ടുള്ളവയുടെ ധർമ്മങ്ങളോട് കൂടിയിട്ടുള്ള, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ശബ്ദം എന്ന ഗുണത്തോട് കൂടിയിട്ടുള്ളതാണ് ആകാശം. ആ ആകാശത്തിൽ നിന്നുമാണ് പിന്നീട് സ്പർശം എന്നതുണ്ടാകുന്നതും ആ സ്പർശ ഗുണത്തോട് കൂടിയിട്ടുള്ള വായുവിനെയും സൃഷ്ടിച്ചിരിക്കുന്നതും. ഇപ്രകാരം ഓരോന്നും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ് പറയുന്നത്. ഇമം ഭൂതഗ്രാമം ത്വം ഏവ താമസാത് പ്രകാശയ. ഇങ്ങനെ ഓരോന്നിൻ്റെയും ധർമ്മങ്ങളോട് കൂടിയിട്ടുള്ള ഈ പഞ്ചഭൂതസമൂഹത്തെ അങ്ങ് താമസ അഹങ്കാരത്തിൽ നിന്നും പ്രകാശിപ്പിച്ചു എന്നാണ് അർത്ഥം. ഏതേ ഭൂതഗണാസ്തഥേന്ദ്രിയഗണാ ദേവാശ്ച ജാതാ പൃഥങ് നോശേകുർഭുവനാണ്ഡനിർമ്മിതി വിധൗ ദേവൈരമീഭിസ്തതാ ത്വം നാനാവിധസൂക്തിഭിർനുതഗുണസ്തസ്ത്വന്യമൂന്യാവിശം ചേഷ്ടാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യമണ്ഡം വിധാ. ഏതേ ഭൂതഗണാഃ തഥാ ഇന്ദ്രിയഗണാഃ ദേവാഃ ച ജാതാഃ. ഇപ്രകാരം ഈ ഇന്ദ്രിയ സമൂഹവും ഭൂതസമൂഹം, പഞ്ചഭൂതസമൂഹവും അതേപോലെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും അധിപതികളായിട്ടുള്ള ദേവതകളുടെ സമൂഹവും അങ്ങ് സൃഷ്ടിച്ചു. പൃഥക് ഭുവനാണ്ഡനിർമ്മിതി വിധൗ നോ ശീകഹോ. അതായത് ഈ പറയപ്പെട്ടിട്ടുള്ള ഒരു സമൂഹവും സ്വയം സ്വതന്ത്രമായി നിന്നുകൊണ്ട് ബ്രഹ്മാണ്ഡത്തിൻ്റെ നിർമ്മാണത്തിൽ ശക്തരായിരുന്നില്ല. അതായത് ഇവയ്ക്ക് സ്വയം ബ്രഹ്മാണ്ഡത്തെ സ്വതന്ത്രമായി നിലനിന്നുകൊണ്ട് നിർമ്മിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് തഥാ അമേഭി ദേവൈഹി നാനാവിധ സൂക്തിഭി നുതഗുണഃ ത്വം. അപ്പോഴാണ് ദേവന്മാരാൽ നാനാവിധ സൂക്തി, അതായത് വിവിധ സൂക്തങ്ങളാൽ സ്തുതിക്കപ്പെട്ട ഗുണങ്ങളോട് കൂടിയിട്ടുള്ള അങ്ങ് അമൂനി തത്വാനി ആവിശൻ, ഈ തത്വങ്ങളിലെല്ലാം സ്വയം പ്രവേശിച്ചിട്ട് ചേഷ്ടാശക്തി ഉദീര്യ, അവയ്ക്ക് ക്രിയാശക്തിയെ നൽകിക്കൊണ്ടും താനി ഘടയൻ, അവയെ ഒന്നിച്ചു ചേർത്തിട്ട് ഹൈരണ്യമണ്ഡം യഥാഹ, ഈ സ്വർണ്ണനിറമാർന്നിട്ടുള്ള ഹിരൺമയമായിട്ടുള്ള ബ്രഹ്മാണ്ഡത്തെ അങ്ങ് ഇവയെ ചേർത്തുകൊണ്ട് നിർമ്മിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അണ്ഡം തത്കലു പൂർവസൃഷ്ടസലിലേ തിഷ്ഠത് സഹസ്രം സമാ നിർഭിന്നന്ന കൃഥാശ്ച ചതുർദശജഗദ്രൂപം വിരാടാഹ്വയം സഹസ്രൈഃ കരപാദമൂർധനിവഹൈർ നിശേഷജീവാത്മകോ നിർഭാതോസി മരുത്പുരാധിപസമാം ത്രായസ്വ സർവാമയാത്. തത് അണ്ഡം ഖലു പൂർവസൃഷ്ടസലിലേ സഹസ്രം സമാ അതിഷ്ഠത്. അതായത് ഇപ്രകാരത്തിലുള്ള ആ സ്വർണമയമായിട്ടുള്ള ആ ബ്രഹ്മാണ്ഡം മുൻപ് തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആ കാരണജലത്തിൽ, ആ സലിലത്തിൽ അല്ലെങ്കിൽ പ്രളയജലത്തിൽ 1000 സംവത്സരം കാലം സ്ഥിതി ചെയ്തു. അതിനുശേഷം നിർഭിന്ദൻ ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം അകൃഥാഹ. അതായത് അതിനുശേഷം ഭഗവാൻ തന്നെ അതിനെ നിർഭിന്ദൻ പല മടങ്ങ് വിഭാഗിച്ചിട്ട് 14 ലോകങ്ങളാകുന്ന സ്വരൂപത്തോടു കൂടിയിട്ടുള്ള വിരാട് രൂപത്തിൽ അങ്ങയുടെ ശരീരമാക്കി ചെയ്തു അതിനെ. സഹസ്രൈ കരപാദമൂർധനിവഹൈ ത്വം, ആ അങ്ങയുടെ ആ രൂപം, വിരാട രൂപം എന്ന് പറയപ്പെടുന്നത് 1000 കൈകളോടും പാദങ്ങളോടും ശിരസുകളോടും കൂടിയവയുമാകുന്നു. ഇത്തരത്തിലുള്ള അങ്ങ് നിശേഷ ജീവാത്മകഃ നിർഭാതഃ അസി, സകല ചരാചരങ്ങളുടെയും ജീവസ്വരൂപനായിട്ടും പരിലസിച്ചുകൊണ്ട് മരുത്പുരാധിപ സത്വാം മാം സർവ ആമയാത് ത്രായസ്വ. ഇത്തരത്തിൽ വിരാടരൂപിയാണ് എങ്കിലും എല്ലാ ജീവികളുടെയും ഉള്ളിൽ ജീവസ്വരൂപനായി നിലനിൽക്കുന്ന അങ്ങ്, അല്ലയോ ഗുരുവായൂരപ്പ, എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും എനിക്ക് മുക്തി നൽകണേ എന്നാണ് മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥന.